ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരൊറ്റ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഇതുപോലെ ഒരു പ്ലേറ്റ് നിറയെ പലഹാരം ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ സോസൊക്കെ കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ചിക്കനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റിൽ തന്നെ ഇത് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു കിഴങ്ങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പ്ലേറ്റ് നിറയെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് പേർക്ക് കഴിക്കാവുന്ന അത്ര ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ചെറിയൊരു കനത്തിൽ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ ഇതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ വെക്കാം. ഒരു 10 മിനിറ്റൊക്കെ വെച്ചാലും മതി കേട്ടോ. ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഇതാ മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു 2 നുള്ള് കസൂരി മേത്തി ഇതുപോലെ എടുത്തിട്ടുണ്ട്. അത് കയ്യിലിട്ടിട്ട് തന്നെ ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുത്താലും ഒന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കസൂരി മേത്തിൻ്റെ ഫ്ലേവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കസൂരി മേത്തി ഇവിടെ ഉണ്ടായതുകൊണ്ട് ചേർത്ത് കൊടുത്താണ്. ഇനി നമുക്കിതിന് ചിക്കൻ്റെ കറി ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ മാഗി എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ക്യൂബ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അലിയിച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അലിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെറുതായിട്ടൊരു നെയ്യ് പോലെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അലിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അലിക്കാൻ പറ്റുന്നത്ര അലിയിച്ചിട്ട് ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ നമ്മളിത് ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മൈദയിൽ ആദ്യം ഉപ്പ് ണ്ട്. അപ്പോൾ ആ ഒരു ഉപ്പിൻ്റെ അളവ് ഈ ഒരു മാഗി എക്സ്ട്രാ ടേസ്റ്റിൽ അത്യാവശ്യം നന്നായിട്ട് ഉപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവ് ഒന്ന് കുറച്ചിട്ട് പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഞാനിതാ അത്രയും ആ ഒരു അതിൽ ലയിച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. മാവ് ഒരുപാട് ലൂസായി പോകരുത്. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിക്കായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഒരു പൊട്ടാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കിഴങ്ങിൽ നന്നായിട്ട് കോട്ടായിട്ടിരിക്കുന്ന ആ ഒരു വിധത്തിൽ വേണം കേട്ടോ ഇതിൻ്റെ മാവ്. അപ്പോൾ നമ്മൾ 2 പൊട്ടാറ്റോ ഒക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ മാവ് വേണ്ടി വരും. ഇതിപ്പോൾ ഒരു പൊട്ടാറ്റോയോ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടുതൽ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ മറ്റൊരു പാത്രത്തിൽ മൈദ മാത്രം എടുത്തിട്ടുണ്ട്. ഇതിൽ വേറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ മൈദാപ്പൊടിയിലേക്ക് ഇനി നമ്മൾ ഈ ഒരു കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഉരുളക്കിഴങ്ങിൻ്റെ പീസും എടുത്തിട്ട് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ആ ഒരു രൂപത്തിൽ വരും, ആ ഒരു ഷേപ്പൊക്കെ വരും കേട്ടോ. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പോൾ നന്നായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അങ്ങനെ കുറേ സമയം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് നേരം ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും. പെട്ടെന്ന് കുഴഞ്ഞു പോവില്ല. പെട്ടെന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള പൊട്ടാറ്റോ കുക്കാവില്ല. അതുപോലെ തന്നെ പുറം ഭാഗം കുഴഞ്ഞും വരും കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രൈഡ് പൊട്ടാറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലുക്കിലൊക്കെ നല്ല അടിപൊളി ഫ്രൈഡ് ചിക്കൻ്റെ നമുക്ക് ബോൺലെസ് ചിക്കനൊക്കെ ഉണ്ടാവുമല്ലോ ഇതുപോലെ നീളത്തിൽ പൊരിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെയാണ് കേട്ടോ കണ്ടാൽ തോന്നുള്ളൂ. അപ്പോൾ ഇത് കഴിച്ച് നോക്കിയാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ ഉരുളക്കിഴങ്ങാണെന്ന് അറിയാൻ പറ്റും.
നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ കഴിയുന്നതും ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്